ഉസ്താദെ എന്റെ ഐ ലവ് യു ഉസ്താദെ. നിയാസ് ഉസ്താദെ, ഞാൻ നമ്പർ എന്റെ ഈ വീഡിയോസിന്റെ അടിയിൽ ഞാൻ കൊടുക്കാം. ഉസ്താദ് എന്നെ ഒന്ന് വിളിക്കണം ഉസ്താദെ, സ്നേഹത്തോടു കൂടി വിളിക്കണം. അല്ല, സ്നേഹിക്കാനും സഹായിക്കാനും ലാളിക്കാനും കൊടുക്കാനും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണാനും മാത്രം അറിഞ്ഞൊരു ഒരാളാണ് ഉസ്താദെ. ഒരുപാട് പൊന്നും പേശം കിടക്കുന്നുണ്ട് ഉസ്താദെ. പാവങ്ങളെ സഹായിച്ചിട്ട് കൊടുത്തത് അതല്ല ഉസ്താദെ, അത് തന്നെയാ ഉസ്താദ് പറഞ്ഞത്. പക്ഷേ ഉസ്താദെ, ഒരുപാട് വിഷമങ്ങൾ പറയാനുണ്ട് ഉസ്താദെ. ഞാൻ നമ്പർ എന്റെ ഈ വീഡിയോസിന്റെ അടിയിൽ ഞാൻ കൊടുക്കാം. ഉസ്താദ് എന്നെ ഒന്ന് വിളിക്കണം ഉസ്താദെ, സ്നേഹത്തോടു കൂടി വിളിക്കണം. അല്ല, സ്നേഹത്തോട് ഞാൻ നിങ്ങളോട് പറയാം. സ്നേഹത്തോടു കൂടി എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട് ഉസ്താദ്, നിങ്ങൾ വിളിക്കണം. ഒരുപാട് വിഷമങ്ങൾ നിറഞ്ഞ മനസ്സാണ് ഉസ്താദെ. പിന്നെ ഉസ്താദ് പറഞ്ഞതിനോട് പാവമാണ് ഉസ്താദെ. മാത്രമല്ല ഉസ്താദെ, ഞാൻ ഈ ഡാൻസും കളിയും കളിക്കുന്നത് ഉസ്താദെ കമന്റ് കണ്ടിട്ടല്ലേ ഉസ്താദെ. നിങ്ങൾ പറയുന്ന നിയാസ് ജുഹാരി ഉസ്താദെ എന്റെ ഐ ലവ് യു ഉസ്താദെ. നിയാസ് ഉസ്താദെ, കമന്റ് കണ്ടിട്ടല്ലേ നിങ്ങൾ പറഞ്ഞു ഉസ്താദെ. കമന്റ് കൊണ്ട് നമുക്ക് ജീവിക്കാനാവോ ഉസ്താദെ? മറ്റുള്ളവരെ എല്ലാരും നന്നാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാനാവോ ഉസ്താദെ? നമ്മൾ അറിവിന്ന് മറ്റേ നൂറെ ഹബീബ തങ്ങള് എത്രയെത്ര നന്മ ചെയ്യുന്ന ഉസ്താദാണ് ഉസ്താദെ. തങ്ങളാണ് ഉസ്താദ്. ആ തങ്ങൾ പോലും തങ്ങളല്ലാന്ന് പറഞ്ഞതല്ലേ റസാ ബ്ലോഗ് ഉസ്താദും കമന്റ് ഇടുന്ന ജനങ്ങളും. അറിവിന്നിലാം ഉസ്താദിനെ കൊണ്ട് എന്തെല്ലാം പറഞ്ഞ് കമന്റ് ഇട്ട് കൊടുത്തു ഉസ്താദ്. ഒരു ലിഫ്റ്റിക്ക് ഇട്ട് മുന്നിൽ വന്നാളെന്ന്, കന്മശ്ശേരിക്ക് വന്നാളെന്ന്, മക്കത്ത് വരെ അങ്ങനെ ആക്കിക്കുന്നു. ഈ കമന്റ് ഇടുന്നോലെ കൊണ്ട് ഞമ്മക്ക് അടങ്ങാൻ പറ്റുക? കമന്റ് ഇടുന്നോലെ ഇപ്പം സിലു ടോക്സ് ഇല്ലേ, ഓളൊരു ഭർത്താവ് പിരിഞ്ഞിനോട് നേർക്കുന്നേരം വന്ന് പറഞ്ഞതല്ലേ ഉസ്താദെ. എത്ര ആളാ ഉസ്താദ് അത് ഒത്തിരി റിലേറ്റ് ചെയ്യുന്നത്? എന്തെല്ലാം മോശമായ കമന്റാ ഉസ്താദ് ചെയ്യുന്നത്. ഈ കമന്റ് കൊണ്ട് ഞമ്മക്ക് ജീവിക്കാനാവോ ഉസ്താദെ? കമന്റ് നോക്കിയിട്ട് എന്റെ നിയാസ് ഉസ്താദെ ഐ ലവ് യു നിങ്ങളോട്. നിങ്ങൾ പറഞ്ഞു വളരെ ശരിയാണ്. നിങ്ങളെ വാക്ക് ഞാൻ സ്വീകരിക്കും ഉസ്താദെ. പക്ഷേ ഒരു പെണ്ണ് തുള്ളരുത് ചാടരുത് എന്ന് പറയുന്നത് പെണ്ണ് മോശമായി പോകുന്നതിനാണ്. പെണ്ണ് മോശമായി ഇറങ്ങിക്കഴിഞ്ഞാല് പല കാമഭരാന്തന്മാരായ ആണുങ്ങളുണ്ട്. ആണുങ്ങളെ വലയിൽ ഞങ്ങൾ ചതിക്കപ്പെട്ടു പോകുന്നതിനും, ചതിക്കപ്പെട്ടാൽ ഞങ്ങൾ ഗർഭിണിയായ പിന്നെ ഞങ്ങളുടെ ജീവിതം നശിച്ചില്ലേ? അതുകൊണ്ടാണ് ഉസ്താദെ പെണ്ണുങ്ങളോട് 80% പെണ്ണെ നീ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞത്. എല്ലാണ്ട് ഒന്ന് ജീൻസ് പാന്റ് ഇട്ടതിന് തട്ടം ഇടാത്തതിന്റെ പേരിൽ നരകത്തിൽ കൊണ്ട് ഇടാനല്ല ജിഹാരി ഉസ്താദ്. ഞാൻ നിങ്ങളോട് അറിവ് പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ അത്രയും ഹലാലും ഹറാമും പറഞ്ഞില്ലെങ്കിൽ ഉസ്താദെ നമ്മളെ മുസ്ലിം പെണ്ണുങ്ങളും ആണുങ്ങൾ ഏത് കോലത്തിലാവും. അതുകൊണ്ട് അത്തിരി അള്ളാഹ് പറഞ്ഞത് നമ്മളെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഉസ്താദെ പറഞ്ഞത്. പക്ഷേ പൊന്നാര ഉസ്താദിന്റെ വാക്ക് ഞാൻ വില എടുക്കും. പക്ഷെ ഞാൻ തുള്ളിക്കളിച്ചത് കൊണ്ട് നരകത്തിലൊന്നല്ല ഉസ്താദെ. അസ്സലാമു അലൈക്കും. സാബി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എന്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. സാബിത്ത ഇന്ന് ഈ വീഡിയോസ് ചെയ്യുന്നത്, നമ്മളൊരു വീഡിയോസ് കണ്ട് അതൊരു ഉസ്താദിന്റെ വീഡിയോസ് ആണ്. ഏത് ഉസ്താദാണെന്നല്ല ഞാൻ പറഞ്ഞു തരാം. അപ്പോ സാബീത്ത തുള്ളിക്കളിക്കുന്നു, സാബീത്ത ചാടിക്കളിക്കുന്നു എന്നെല്ലാം പാട് കമന്റ് കണ്ടിട്ടും ഉസ്താദെ പറ എന്നും പറഞ്ഞിട്ട് വീഡിയോസുകളെല്ലാം അയച്ചു കൊടുത്തിട്ടുമാണ് ഉസ്താദ് വീഡിയോ ചെയ്തത്, എനിക്ക് വേണ്ടി ചെയ്തത്. നിങ്ങളെൻ്റെ ഹെഡിങ്ങൾ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ആ മുത്തു ഉസ്താദ് തന്നെ. ആ ഉസ്താദ് പല ആളെ വീഡിയോസുകൾ എടുത്തിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നത് മാന്യമായത്, സ്നേഹത്തോടുകൂടി, ഒരിക്കലും അവരെ കുരുത്തക്കേട് നിർത്തൂലെന്ന് തോന്നിയവർ വരെ നിർത്തിപ്പോം ഉസ്താദിന്റെ ആ സ്നേഹത്തോടു കൂടിയുള്ള സംസാരം കേട്ടാൽ. ഉസ്താദ് അത് റീച്ചിന് വേണ്ടിയല്ല, മറ്റേ റസാബിള ഉസ്താദിനെ പോലെ റീച്ചിന് വേണ്ടി ഇട്ടതല്ല. കാരണം വെച്ചാൽ ഒരു ഷോർട്ടാക്കിയിട്ടുള്ള വീഡിയോസാണ് ഓർ ഇട്ടത്. ഷോർട്ട് കൂടി ഞങ്ങൾക്ക് പേർത്തൊന്നും ഡോളർ കയറൂല മക്കളെ, സബ്സ്ക്രൈബ് കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ എൻ്റെ ഫോട്ടോയും വെച്ച് എൻ്റെ പേരും വെച്ചിട്ട് ഒരു 10-20 മിനിറ്റുള്ള വീഡിയോസ് നമ്മൾ ഈ ഉസ്താദിന് ഇടാമായിരുന്നു. പക്ഷെ ഊറ് അങ്ങനെ വലിയ പൈസക്കും വേണ്ടി ഒന്നുമല്ല ഓറ് വീഡിയോസ് ചെയ്യുന്നത്, നമുക്ക് 100% ഉറപ്പായി. കാരണം ഓർക്ക് എൻ്റെ ഫോട്ടോയും വെച്ചിട്ട് വീഡിയോസ് ചെയ്താൽ നല്ലോണം പൈസ കയറും. ഇപ്പൊ റസാ ബ്ലോഗ് ഉസ്താദിന് 200-200-ലധികം ഡോളർ എൻ്റെ വീഡിയോസ് ചെയ്തിട്ട് ഒരു ദിവസം കൊണ്ട് കയറി. ഓരോ വീഡിയോസ് ചെയ്തിട്ട് എനക്കെത്ര കയറിയെന്ന് എനിക്കറിയാലോ. അപ്പൊ ഓർക്ക് 200-200-ന്റെ മേലെ ഡോളർ ഒരു ദിവസം ഓർക്ക് കയറി എൻ്റെ വീഡിയോസ് ചെയ്തിട്ട്. അങ്ങനെ നമ്മൾ ഈ പൊന്നാര ഞാനീ പറയുന്ന ഉസ്താദ് നിയാസ് ജുഹാരി എന്ന് പറയുന്ന ഉസ്താദാണ്. ആ ഉസ്താദ് നിങ്ങൾ എത്തി കണ്ടില്ല, ഇപ്പം കാണിച്ചു തരാം. ആ ഉസ്താദിനും ചെയ്യാമായിരുന്നു. ഓർക്കും ഒരു ദിവസം കൊണ്ട് 10-200 $300 ഓർക്ക് വാങ്ങാമായിരുന്നു. പക്ഷെ ഊർ പൈസ ഒന്നുമല്ല പ്രതീക്ഷിച്ച. ഊർ എന്നെ കൊണ്ട് നല്ലത് പറഞ്ഞുകൊണ്ടോ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല. ഊർക്ക് വലിയൊരു വീഡിയോസ് ഇടാമായിരുന്നു. എല്ലാവരും പറഞ്ഞിട്ട് ഓർക്ക് പറയാമായിരുന്നു.
ഓർ പറഞ്ഞില്ല. കാരണം ഓർ ദീൻ പഠിച്ച ഉസ്താദാണ്. ഓറാണ് അള്ളാഹു മുത്തു നബിയും പറഞ്ഞതുപോലെ പഠിച്ചത് ഓറാണ്. കാരണം പെണ്ണിനെ നന്നാക്കണമെങ്കിൽ പെണ്ണിനെ അടിച്ചുകൊണ്ടോ കുത്തിക്കൊണ്ടോ തോന്നിവാസം വിളിച്ചത് കൊണ്ടോ പെണ്ണ് നന്നാവൂല. പെണ്ണിനോട് സൗമ്യതയോടുകൂടി, പെണ്ണിനോട് മാന്യതയോടുകൂടി പെണ്ണിനോട് സംസാരിച്ചാൽ ആ പെണ്ണ് നന്നാവൂലെന്ന് മുത്തു നബിയും അള്ളാഹും പഠിച്ചതാണ്. നമ്മൾ ഈ ജുഹാരി ഉസ്താദ് നിസാരി അല്ല കുറെ പേരുന്നതിനോട് യാരി ഉസ്താദ് പഠിച്ചത്. ഓർ അതാണ് പഠിച്ചത് പൊന്നു മക്കളെ. അതുകൊണ്ടാണ് ഓർ അങ്ങനെ പറഞ്ഞ ഉസ്താദ് ഒന്നും വിചാരിക്കേണ്ട. ഒരു 10 വയസ്സിലെ വാത് കേട്ടത് കൊണ്ട് അങ്ങനെ ആയിപ്പോയതാ. പിന്നെ നിയാസ് ജുഹാരി പറയുന്ന ഉസ്താദ്. അപ്പം പിന്നെ പെണ്ണിനെ അധികം നന്നാക്കാൻ നോക്കിയാൽ, അല്ലെങ്കിൽ അധികം നീർത്താൻ നോക്കിയാൽ പെണ്ണ് പൊട്ടിപ്പോകുമെന്ന് മുത്തുനബിയും അള്ളാഹുത്താലും പഠിച്ചത് നമ്മൾ ഈ നിയാസ് ഉസ്താദിനറിയാം. എന്റെ മുത്തായ ഐ ലവ് യു ഉസ്താദെ, നിയാസ് ഉസ്താദിനറിയാം. പെണ്ണിനെ അധികം നന്നാക്കാൻ നോക്കി, അല്ലെങ്കിൽ അധികം നീർത്താൻ നോക്കിയ പെണ്ണ് പൊട്ടിപ്പോകുമെന്ന് മുത്തുനബിയും അള്ളാഹുത്താല ചരിത്രത്തിൽ നമ്മക്ക് ഇറക്കി തന്നിക്കില്ലേ. പെണ്ണിനോട് സ്നേഹപൂർവ്വമേ സംസാരിക്കാവൂ, പെണ്ണിനോട് സ്നേഹപൂർവ്വം. അത് പറഞ്ഞത് വളരെ ശരിയാണ്. നബി മുത്തുനബിയെ അള്ളാഹുവെ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം അതാണ് ഞാനും. എന്നോട് അത്രയും അങ്ങേയറ്റം ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ നന്നാവൂല. അത് ഒരു പെണ്ണും ചില ലൈവ് ഞാൻ കാണാം. അവരോട് മോശമായി പറയാം, അവർ കൂടുതൽ. അത് പെണ്ണിന്റെ ഒരു അള്ളാഹു മുത്തുനബി പറഞ്ഞ ശരി തന്നെയാണ്. പെണ്ണിനോട് സൗമ്യമായി പറഞ്ഞാൽ പെണ്ണി നന്നാവുള്ളൂ. എന്നോട് പെണ്ണെ ഇനി അടങ്ങരുത്, അടങ്ങണം, പെണ്ണെ ഇനി തള്ളയല്ലേ തള്ളച്ചല്ലേ അടങ്ങരുതെന്ന് പറയുന്നത് കൊണ്ടാണ് എനിക്ക് തുള്ളിച്ചാട്ടം കൂടുന്നത്. നിയാസ് ഉസ്താദെ എനിക്ക് അവര് പലതും പിന്നെ ഉസ്താദിന് കേൾക്കണ്ട, നിങ്ങൾക്ക് എന്നിട്ട് പറഞ്ഞുതരാം. ബാ എന്റെ ഐ ലവ് യു നിയാസ് ഉസ്താദെ, ഐ ലവ് യു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നല്ല ഉസ്താദ മനസ്സിലാക്കണം കേട്ടാ. എന്ത് മനസ്സിലാക്കണം കേൾക്ക. നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ അള്ളാഹു അദ്ദേഹത്തെയും മാറ്റിക്കൊള്ളും. വിചാരിയായ പെണ്ണിന് ഒരു നായ്ക്ക് വെള്ളം കൊടുത്തതിന്റെ മേൽ സ്വർഗത്തിൽ കടത്തിയ റബ്ബാണ്. അതുപോലെ വിവാദത്തിന് ഒരു പെണ്ണിനെ അതെ നിങ്ങളോട് പറയാതിരിക്കാതിരിക്കാൻ വയ്യ. നിങ്ങളോട് അത്ര ഇഷ്ടമാണ് ഈ വാക്കുകൾ. സാവിയമ്മ, നിങ്ങൾ പലരും ഈ ഉമ്മാന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാകും. എനിക്കും പലരും അയച്ചു തന്നു. ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാനും പറഞ്ഞു. എനിക്ക് മനസ്സിലായത് ആളൊരു പച്ച പാപമാണ്. എല്ലാം വെട്ടി തുറന്ന് നിഷ്കളങ്കമായി സംസാരിക്കുന്ന ഒരു പ്രകൃതം. ഇടയ്ക്കിടൽപ്പം ഡാൻസും പാട്ടും കളിയും തമാശയൊക്കെ ഉണ്ടാവും. അത് മാറ്റി നിർത്തിയാൽ ആൾ ഓക്കെയാണ്. ഈ സഹോദരി എന്റെ ഒരു വീഡിയോ പറ്റിയും സംസാരിച്ചിരുന്നു, വളരെ മാന്യമായിട്ട്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ആളോട് നല്ല രൂപത്തിൽ സ്നേഹത്തോടു കൂടി നന്മ പറഞ്ഞു കൊടുത്താൽ ഉൾക്കൊള്ളുന്ന ആളാണെന്ന്. അതുകൊണ്ട് തന്നെ സ്നേഹപൂർവ്വം ഉമ്മയോട് ഞാനൊന്ന് പറയട്ടെ, നിങ്ങളത് കേൾക്കോ. ഉമ്മാക്ക് നന്നായി സംസാരിക്കാൻ അറിയാം, നല്ല രസകരമായ രൂപത്തിൽ ജനങ്ങളിലേക്ക് അത് എത്തിക്കാനും അറിയാം. ഒരുപാട് സഹോദരിമാർക്ക് നന്മയാർന്ന ഉപദേശം കൊണ്ട് അവരെ മാറ്റിയെടുക്കാൻ ഉമ്മാക്ക് സാധിച്ചാൽ അതൊരു നല്ല ദീനീ പ്രബോധനമാകൂലേ ഉമ്മ. അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഉമ്മാക്ക് ഏറെ പുണ്യം ലഭിക്കും ഈ പരിശുദ്ധമായ മാസത്തിൽ. ഇത് പറയാൻ കാരണം, ഉമ്മയിടുന്ന വീടിക്കടിയിൽ വന്ന് ഒരുപാട് പേർ വളരെ വൃത്തികെട്ട രൂപത്തിൽ കമന്റ് ഇടുമ്പോൾ ഹൃദയത്തിന് വല്ലാത്ത വേദനയുണ്ടുമ്മ. ആ സങ്കടം കൊണ്ട് മാത്രമാണ് സ്നേഹത്തോടു കൂടി ഉമ്മയോട് ഇത് പറഞ്ഞു തരുന്നത്. ഇതൊരു ഉപദേശമല്ല, ഇതൊരു അപേക്ഷയാണ്. എന്നെക്കാളും മുതിർന്ന, എന്നെക്കാളും കൂടുതൽ ഈ ലോകം കണ്ട ഒരാളാണ് നിങ്ങൾ. ഇൻഷാ അല്ലാഹ് ഇത് നന്മയാർന്ന രൂപത്തിൽ ഉൾക്കൊള്ളുകയും മാറുകയും ചെയ്യുമെന്ന് ആത്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ പരസ്യമായി കൊണ്ട് തന്നെ സഹോദരി ആ ഉസ്താദിനോടുള്ള ആ സ്നേഹം പ്രകടനം കാണിക്കുകയും ഉസ്താദിൻ്റെ ഉപദേശം ഞാൻ സ്വീകരിക്കാമെന്ന് പറഞ്ഞു. ഈ സഹോദരൻ ഇതിൻ്റെ മുമ്പ് ഒരുപാട് ആളുകൾ ഉപദേശിച്ചിരുന്നു, നന്നാകണം, നല്ലവരെ, കാരണം ഖബറിൽ കിടക്കേണ്ടതില്ലേ, അങ്ങനെ പല രീതിയിൽ ഉപദേശിച്ചിരുന്നു ഒരുപാട് ഉസ്താദന്മാർ. ഞാൻ പോലും ആ സഹോദരിയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ചെയ്തവർക്കെല്ലാവർക്കും സിറാജുദ്ദീൻ കാസിമിയെ പോലത്തെ വലിയ വലിയ പ്രഗത്ഭരും അവരെക്കുറിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. റസ ബ്ലോഗ്, ഇങ്ങനെ ഒരുപാട് ആളുകൾ അവരെക്കുറിച്ച് വളരെ വൃത്തികെട്ട രീതിയിൽ വീണ്ടും അവർക്കെതിരെ വീഡിയോ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ സഹോദരി വളരെ സ്നേഹത്തോടു കൂടി ഉസ്താദിൻ്റെ ഉപദേശം ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ആ സഹോദരി പറയുന്നത് ഏറ്റവും വലിയ ധിക്കാരിയാണല്ലോ, അന റബ്ബുക്കുമുൽ ആല, ഞാനാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ റബ്ബ്. അതിനേക്കാൾ വലിയൊരു ധിക്കാരം ലോകത്തില്ല. ഏറ്റവും വലിയ ധിക്കാരത്തിൻ്റെ ഒരു വാക്കാണ് അന റബ്ബുക്കുമുൽ ആല, ഞാൻ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ റബ്ബ് ഞാനാണ് എന്ന് വളരെ ധിക്കാരത്തോടു കൂടി പറഞ്ഞ ഒരു മനുഷ്യനാണ് ഫിർഔൻ. ഫിർഔൻ്റെ ആ ധിക്കാരത്തിൻ്റെ വാക്ക് പറഞ്ഞ ആ ഫിർഔനോടും മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ ഫിർഔനാണ്. ഫിർഔനോട് ഉപദേശം നൽകാൻ വേണ്ടി
മൂസാ നബി അലൈഹി സ്വലാമിലേക്ക് കൽപ്പന വന്നു, ഫിർഔനെ ഉപദേശിക്കണമെന്ന്. എങ്ങനെയാ പറഞ്ഞത്? ഫഖൂല ലഹു ഖൗലൻ ലയ്യിന. എന്ത് മനോഹരമാണ്! ഫഖൂല, നിങ്ങൾ രണ്ടാണ്, ഫിർഔനും ഹാറൂനും, നിങ്ങൾ രണ്ടാളും ലഹു ഖൗലൻ ലയ്യിന, വളരെ ലയ്യിനായ സൗമ്യമുള്ള വിനയമുള്ള വാക്കുകൾ ഫിർഔനോട് പോയി സംസാരിക്കണം, ഫിർഔനെ ഉപദേശിക്കണം. വളരെ സൗമ്യത്തോടു കൂടിയായിരിക്കണം നിങ്ങളുടെ ഉപദേശം എന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ജനങ്ങളോട് എങ്ങനെ ഉപദേശിക്കണം? ധിക്കാരികളോട് പോലും അങ്ങനെയാണ് ഉപദേശിക്കുന്നത്. നമ്മുടെ സഹോദരിയാണ്, ഒരു മുസ്ലിം സഹോദരിയാണ്. അപ്പോൾ വളരെ ഗൗരവമുണ്ട്. ഉപദേശകന്മാരായ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ സഹോദരിയിലുണ്ടാക്കിയ മാറ്റങ്ങൾ. ആ സഹോദരി പറയുന്നു ഞാൻ മാറാം, പക്ഷേ ഞാൻ മാറുന്നില്ല. ഇപ്പം ഞാൻ മാറിയാൽ പലരും വിചാരിക്കും, ഒരുപാട് ആളുകളുടെ നെഗറ്റീവ് കമൻറ്റുകൾ വായിച്ച് പിന്നെ ഇത്തരത്തിലുള്ള ഉസ്താദന്മാരുടെ ഉപദേശം കൊണ്ട് ഞാൻ മാറി എന്ന് വിചാരിക്കും. നിങ്ങളുടെ ഉപദേശം കൊണ്ട് മാത്രം ഞാൻ മാറി എന്ന് ജനങ്ങൾക്ക് തെളിയണം. അങ്ങനെ തെളിയണമെങ്കിൽ ഇപ്പോൾ മാറിയാൽ അത് പ്രശ്നമാവും. കാരണം ഇവർക്കുള്ള ഉപദേശം കൊണ്ട് മാറി എന്ന് വിചാരിക്കും. അതുകൊണ്ട് ഈ ഉസ്താദന്മാരുടെ ഉപദേശം കൊണ്ടല്ല ഞാൻ മാറുന്നത്, നിങ്ങളുടെ ഉപദേശം കൊണ്ടാണ്. എന്താണ് അയാളോട് അയാളുടെ ഉപദേശം സ്വീകരിക്കാനുള്ള കാരണം? ഖൗലൻ ലയ്യിന, വളരെ മനോഹരമായി, നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, ജനങ്ങളോട് മെസ്സേജുകൾ എത്തി. തീർച്ചയായും ഉസ്താദ് പറഞ്ഞത് ശരിയാണ്, ആ സഹോദരിക്ക് നല്ല ഒരു കഴിവാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണിത്. ഇന്ന റിഫ്ക ലാ യകൂനു ഫി ഷൈഇൻ ഇല്ലാ സാന എന്നാണ്. സൗമ്യമായ രീതിയിലുള്ള ഉപദേശം ഇല്ലാ സാന, അത് സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കും. റിഫ്ക് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. റിഫ്ക്, ഓരോരുത്തരുടെ ഹൃദയത്തിൽ റിഫ്ക് അള്ളാഹു നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ്. തീർച്ചയായും റിഫ്ക് ലാ യകൂനു ഫി ഷൈഇൻ ഇല്ലാ സാന, അത് സാനയല്ലാതെ സൗന്ദര്യത്തല്ലാതെ വർദ്ധിക്കുകയില്ല. വമാ നുസിയ മിൻ ഷൈഇൻ ഇല്ലാ ഷാനഹു, അതേസമയത്ത് സൗമ്യമില്ലാത്ത ഒരു നീക്കമാണെങ്കിൽ തീർച്ചയായും അവിടെ കേടുണ്ടാകുമെന്നാണ്. സൗമ്യമില്ലാത്ത സമീപനം അങ്ങനെയാണ്. വളരെ സൗമ്യത്തോട് ജനങ്ങളോട് പെരുമാറണമെന്നാണ്. മൻ വഅള അഖാഹു, നിന്റെ സഹോദരനെ നീ ഉപദേശിക്കുകയാണ്, ഫഖദ് സിർറൻ, സിറായ രീതിയിൽ രഹസ്യമായി ഉപദേശിക്കണമെന്നാണ്. ഫഖദ് നസഅഹു വസാനഹു, അങ്ങനെ സിറായ രീതിയിൽ ഉപദേശിച്ചാൽ തീർച്ചയായും അദ്ദേഹത്തെ നീ ആദരിച്ചതുപോലെയാണ്. രഹസ്യമായി, ഒരു തെറ്റ് രഹസ്യമായി ഉപദേശിക്കണം. വമൻ വഅള അലാനിയ, ഒരാൾ പരസ്യമായി ഒരാളെ ഉപദേശിച്ചാൽ ഫളഅഹു വശാനഹു, അദ്ദേഹത്തെ അപമാനിച്ചവനെ പോലെയാണ്. ഒരു തെറ്റ് ഒരാൾ ചെയ്താൽ ആ തെറ്റിന് ജനങ്ങളുടെ മുമ്പിൽ മൊത്തം, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരസ്യമായ രീതിയിൽ ഒരിക്കലും ആക്ഷേപിക്കരുത്. ആ ആക്ഷേപം അതവർ വീണ്ടും തെറ്റിലേക്കുണ്ടാക്കും. നമുക്ക് റസാഖ് ബ്ലോഗിനെതിരെ ആ സഹോദരി ഉണ്ടാക്കിയ വീഡിയോസുകളൊക്കെ കണ്ടാൽ എത്തിപ്പോകും. വല്ലാത്തൊരു തുള്ളലും വല്ലാത്തൊരു ചാട്ടവുമാണ്. എന്തുകൊണ്ട് അത് അവിടെ നന്മ ആയില്ല. പക്ഷേ ഈ ഉസ്താദ്, ഇത് നിയാസ് ജൗഹരി എന്ന് പറയുന്ന ഉസ്താദ്, മാഷാ അല്ലാഹ്, ആ സഹോദരി ഉൾക്കൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ഉപദേശകന്മാരൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അല്ലേ? ഉപദേശം വളരെ നല്ല രീതിയിലാകണം. ഇത് ഇമാം ഷാഫിയുടെ കൗലാണ്. മൻ വഅള അഖാഹു സിർറൻ ഫഖദ് നസഅഹു വമൻ വഅള അലാനിയതൻ ഫഖദ് ഫളഅഹു വശഅനഹു. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു തെറ്റ്, ആ തെറ്റിനെ വളരെ സൗമ്യത്തോടു കൂടി ഉപദേശിക്കണം. അതല്ലാത്ത രീതിയിലുള്ള ഉപദേശം എന്നുള്ളത് അത് വ്യക്തിഹാനി, അത് അപമാനിക്കലാണ്, ആ മനുഷ്യനെ വേദനിപ്പിക്കലാണ് എന്നാണ്. ഒരു തെറ്റ് ഒരാൾ വ്യക്തിയിൽ സംഭവിച്ചാൽ, അല്ലേ, മുത്തായ റസൂലിനെ കുറിച്ച് എന്താ പറഞ്ഞത്? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, റസൂലിനെ റഹ്മത്തായിട്ടാണ്, റഹ്മത്തായിട്ടല്ലാതെ റസൂലിനെ അയച്ചിട്ടില്ല എന്നാണ്. കരുണ ഉള്ളവൻ, കാരുണ്യത്തോടു കൂടി. അദ്ദീനു നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റിൽ നിന്ന് ജനങ്ങളെ സ്നേഹത്തോട് രക്ഷപ്പെടുത്തലാണ്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, സ്വതക്ക, ഇത് മാത്രമല്ലല്ലോ ദീൻ. ദീൻ എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടു കൂടി ജനങ്ങളെ തെറ്റിൽ നിന്ന് സംരക്ഷിക്കണം ദീനാണ്. അതിനും ദീൻ എന്ന് പറയും. അദ്ദീനു നസീഹ എന്നുണ്ട്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഇങ്ങനെയല്ലോ, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇദത്തിൽ ഹസന,
സൗന്ദര്യത്തോടു കൂടിയുള്ള ഉപദേശം, സൗമ്യത്തോടു കൂടിയുള്ള ഉപദേശം, നല്ല രീതിയിലുള്ള ഉപദേശം. ഇല അസബിലി റബ്ബിക്ക, താങ്കളുടെ റബ്ബിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുമ്പോൾ ബിൽ ഹിക്മ, ഹിക്മത്തോടെ, വൽ മൗഇദത്തുൽ ഹസന, മൗഇദത്തുൽ ഹസന, സൗന്ദര്യം, സൗമ്യത്തിന്റെ ഉപദേശം, സൗമ്യത്തിന്റെ ഭാഷ ഉപയോഗിക്കണം. ഇങ്ങനെ വലൗ കുന്ത ഫളൻ ഗലീദൽ ഖൽബ് ലംഫളു മിൻ ഹൗലിക്, അങ്ങ് വളരെ പൗരുഷമുള്ള ഹൃദയക്കാരനായിരുന്നുവെങ്കിൽ, വല്ലാത്ത കട്ടിയുള്ള ഹൃദയക്കാരനായിരുന്നുവെങ്കിൽ തീർച്ചയായി ജനങ്ങൾ തങ്ങളെ പിരിഞ്ഞു പോകുമായിരുന്നു എന്നാണ്. അടുത്തൊരു വീഡിയോ ഞാൻ കണ്ടു. അതിൽ ഒരു സ്ക്രിപ്റ്റാണ്. അതിൽ ഒരു ഉസ്താദ് ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വരുന്ന സമയത്ത് അയാളിങ്ങനെ മദ്യപിച്ച് ലക്കും കെട്ടി ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ആടി ഇങ്ങനെ വരുന്നുണ്ട്. ഉസ്താദ് പെട്ടെന്ന് അയാളെ നിർത്തിക്കൊണ്ട് ഉപദേശിച്ചു. എന്താണ്, നിങ്ങൾക്ക് ഖബറിൽ കിടക്കേണ്ടതില്ല, പല രീതിയിൽ ഉപദേശം നടത്തുന്നുണ്ട്. അദ്ദേഹം ഉസ്താദിനെ വളരെ മോശമായ രീതിയിലാണ് ഉസ്താദിനോട് പെരുമാറുന്നത്. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ഉസ്താദിൻ്റെ അരികിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്ന സമയത്ത് ഇയാൾ വന്ന്, ഞാനും എൻ്റെ ഭാര്യ ഉംറയ്ക്ക് പോകുന്നുണ്ട്, ദുആ ചെയ്യണമെന്നിങ്ങനെ വരുന്നുണ്ട്. കാണുമ്പോൾ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഇയാളെങ്ങനെയാണ് നന്നായത്? നിങ്ങൾ അന്നൊരിക്കൽ ഉപദേശിച്ച് ശ്രമിച്ചതല്ല നന്നാക്കാൻ, പക്ഷെ ഇയാൾ നന്നായില്ലല്ലോ, ഇപ്പോഴെങ്ങനെ ഇയാളെ നന്നായി എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ആ ഉസ്താദ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഹിക്മത്ത് നടത്തിയിരുന്നു. സൗന്ദര്യമായ രീതിയിലുള്ള ഒരു ഉപദേശം നടത്തി നോക്കി. അതിലാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ മക്കളരികിൽ പോയി മക്കളോടാണ് ഉപദേശം. മക്കളോട് പറയുന്നു, നിങ്ങളെ വാപ്പയെ നിങ്ങളെ വലിയ സ്നേഹത്തോടു കൂടി കാണണം. മക്കളെ സ്നേഹത്തോടു കൂടി മക്കളെ വാപ്പയെ കണ്ടാൽ വാപ്പ നന്നാകുമെന്ന്. ആ രീതിയാണ് അവർ സ്വീകരിച്ചത്. അവസാനം ആ സഹോദരൻ അൽഹംദുലില്ലാഹ് നല്ലൊരു മനുഷ്യനായ ഒരു വീഡിയോ, അതിൽ വലിയ നല്ല മെസ്സേജ് ഉണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു വാക്ക്, ഖൗലൻ ലയ്യിന, ലയ്യിനായ വാക്ക്. എല്ലാവർക്കും അത് തന്നെയാണ് ഇഷ്ടം. ഭയങ്കരമായ ഷൗട്ട് ചെയ്തുകൊണ്ടുള്ള സംസാരങ്ങൾ സ്വന്തം മക്കൾ പോലും അത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. മക്കളോടും എല്ലാവരോടും ഉപദേശിക്കുമ്പോൾ വളരെ സൗമ്യമായ, വളരെ ലയ്യിനായ രീതിയിൽ അവരോട് സംസാരിക്കണം. ഏറ്റവും വലിയ ധിക്കാരി പോലും, എൻ്റെ പ്രിയപ്പെട്ടവരെ, ധിക്കാരിയോട് പോലും എത്ര വലിയ ധിക്കാരത്തിൻ്റെ വാക്കാണതല്ല. അങ്ങനെയുള്ള ഒരു ദുഷ്ടനോട്, ആ ദുഷ്ടൻ നന്നാവില്ല നന്നാക്കറിയാം. എന്നിട്ട് ഉപദേശിക്കാൻ പറഞ്ഞിരുന്നു. ഉപദേശം ഈ രീതിയിലാണ്. തിന്മ കാണുമ്പോൾ അത് മിണ്ടാതിരിക്കാൻ പാടില്ല, ഉപദേശിക്കണം. പ്രഗത്ഭരായ പണ്ഡിതന്മാർക്ക് അത് ഉപദേശിച്ചില്ലെങ്കിൽ, തിന്മയെ കണ്ട് അത് കാണാതിരുന്നാൽ അത് വലിയ അപകടമാണ്. ഉപദേശം വളരെ നല്ല രീതിയിലാണ്. നിയാസ് ജൗഹരി ഉസ്താദിൻ്റെ ആ ഒരു ഉപദേശം ആ സഹോദരൻ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ മാറുന്ന പറഞ്ഞു. തീർച്ചയായും ആ ഉസ്താദ് എന്നെ വിളിക്കണം, ആ ഉസ്താദിനോട് സംസാരിക്കണം. ആ സഹോദരിയെ, പാവം സഹോദരിയാണ്, തീർച്ചയാണ് ഉസ്താദ് പറയുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. ഇടുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങൾ നമുക്കൊന്നും അറിയില്ലല്ലോ. ഇവിടെ ജീവിത രീതികൾ അറിയില്ല, എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യങ്ങൾ. നോക്കൂ, ആ സഹോദരിയെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. ചില സഹോദരിമാരൊക്കെ യൂട്യൂബിലൂടെ വീഡിയോകൾ ഇടുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? അവർക്ക് അവരുടേതായ പല കാരണങ്ങളുണ്ട്. ഈ അടുത്തൊരു ആളുടെ കമൻറ്റ് കണ്ടിരുന്നു. വലിയ രസകരമായൊരു കമൻറ്റാണ്. ഒരുപാട് ആളുകൾ, മുസ്ലിമീങ്ങൾ ഇങ്ങനെ വീഡിയോയിൽ വരുന്നുണ്ട്, സഹോദരിമാർ വരുന്നുണ്ട്, വീട്ടിൻ്റെ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് പറയുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ. യഥാർത്ഥത്തിൽ അവർ നമസ്കാരമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വീഡിയോയിൽ വന്നിട്ട് വളരെ മോശമായ വീഡിയോകളാണ് വീഡിയോയിൽ വരുന്നത്. തീർച്ചയായിട്ടും അവർ ഖുർആൻ ഓതുന്നവരാണ്, ആ നാട്ടിൽ നല്ല പേരും ദീനും ഒക്കെ ഉള്ളവരാണ്. വീഡിയോയിൽ അത്തരത്തിലുള്ള രീതിയിൽ വരുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള വീഡിയോകൾ മാത്രമാണ് ഇവിടെ റീച്ച് ആകുന്നുള്ളൂ എന്നവർക്കറിയാം. മറ്റുള്ള ദീനിയായ വിഷയങ്ങൾ, ഇപ്പോൾ നാം തന്നെ വീഡിയോയിൽ വന്ന് ആയത്തും ഹദീസുകളൊക്കെ ഓതിയാൽ കേൾക്കാനോ അത് ഉൾക്കൊള്ളാനോ ജനങ്ങളില്ല. അപ്പോൾ പല രീതിയിലുള്ള തംബ്ലൈനുകൾ ഒക്കെ നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരുന്നതിന് അത്തരങ്ങളിൽ ജനങ്ങൾ ആ വീഡിയോ ശ്രദ്ധിക്കട്ടെ എന്നതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഒരാൾ ഉപദേശിക്കുന്നുണ്ട്, ഇങ്ങനെ പല രീതിയിൽ കമൻറ്റുകളൊക്കെ വരുന്നുണ്ട്. ഇത് ശരിയാണോ? തൻ്റെ ഭാര്യയുടെ ഇത് സൗന്ദര്യ പ്രദർശനം, തൻ്റെ മക്കളുടെ സൗന്ദര്യ പ്രദർശനം,
ഇത്തരത്തിലുള്ള രീതികളൊക്കെ ഇതെല്ലാം പല പല വീഡിയോസിൽ അതിൽ ഒരാളുടെ കമൻറ്റ് വലിയ ഇഷ്ടപ്പെട്ടു. അയാൾ പറയുന്നത് യൂട്യൂബ് ഈ പണം കൊടുക്കുന്നതൊന്നും നിർത്തിയാൽ ഈ എല്ലാ രോഗങ്ങളും മാറും. തീർച്ചയായും അതൊരു കമൻറ്റ് വളരെ ശരിയായ ഒരു കമൻറ്റ് കൂടിയാണ്. പക്ഷേ യൂട്യൂബിൻ്റെ വരുമാനം കൊണ്ട് ചില ആളുകൾ വലിയ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ ഒരുപാട് ഉസ്താദന്മാർ ദീനിയായ വിഷയങ്ങളൊക്കെ യൂട്യൂബിൽ ചെയ്ത് അവരുടെ കുടുംബം രക്ഷപ്പെട്ടു, അതുപോലെ അവരുടെ ജീവിതം രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ലൈവിൽ ഉസ്താദന്മാർ രാവിലെ എഴുന്നേറ്റ് വളരെ ആവേശത്തോടു കൂടി ദിക്റുകൾ നടത്തുന്നത് എല്ലാ ദിക്ർ മജ്ലിസിൻ്റെ ഉസ്താദന്മാർ അതാരായാലും പലരും പറയാറുണ്ട് ഞങ്ങൾ യൂട്യൂബിൻ്റെ പണം വാങ്ങാറില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല പല രീതിയിലൊക്കെ പറയുന്നത്. ആരും യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പണം ഒരിക്കലും ഹറാമല്ല. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. കിതാബിൻ്റെ ഇബാറത്തുകളെ ഉദ്ധരിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ ഉസ്താദന്മാർ ചില ആളുകൾ എന്തിനാണ് ഈ കള്ളം പ്രചരണം നടത്തുന്നത്? യൂട്യൂബിൽ നിന്ന് ഒരാൾ പണം വാങ്ങുന്നുണ്ടോ ഇല്ലെന്ന് ചെറിയ മക്കൾക്കൊക്കെ അറിയാം. അത് എങ്ങനെയാണ് പണം വാങ്ങുന്ന ചാനൽ ഏത്, പണം വാങ്ങാത്ത? ഇപ്പോൾ ക്ലാസ്സൊക്കെ നടത്തുന്ന ചാനൽ, ക്ലാസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ക്ലാസ് നടക്കുന്ന, ഇപ്പോൾ സമസ്ത ഓൺലൈൻ ക്ലാസ് നടത്തിയിരുന്നു. അതിലൊക്കെ മോണിറ്റൈസേഷനൊക്കെ ഇല്ലാത്ത രീതിയിൽ നടത്തിയിരുന്നു. അതെന്തിനാണ് നടത്തിയത്? അതിൻ്റെ നടത്തുന്നതിൻ്റെ കാരണങ്ങൾ, അതായത് കാരണം പെട്ടെന്ന് കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്ന ഇടയ്ക്ക് പരസ്യങ്ങൾ വന്നാൽ കുട്ടികളുടെ ശ്രദ്ധ മറ്റു ഭാഗത്തേക്ക് പോകുമെന്ന രീതിയിലാണ്. അങ്ങനെ ആ ഒരു രീതിയിലാണ് അവിടെ നടത്താത്തത്. പക്ഷെ എത്ര വലിയ മജ്ലിസാണെങ്കിലും ഇപ്പോൾ ഒരുപാട് മജ്ലിസുകൾ നടക്കുന്നുണ്ട്. ദിക്ർ രാവിലെ മജ്ലിസ് നടക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ അരികിൽ പോയാലൊക്കെ മജ്ലിസ് ഇങ്ങനെ എത്തിമരിക്കുന്നുണ്ട്. അതിലേക്ക് ഇങ്ങനെ പരസ്യം വരുന്നുണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്കൂ, അവർ ആ ഉസ്താദന്മാർ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ലൈവിൽ വരുന്നത് കൊണ്ട് എത്ര ഗുണമാണ്. ഒരുപക്ഷെ അങ്ങനെ അവർ വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ സഹോദരിമാർ പലതും കണ്ട് സമയം കളയുമായിരുന്നു. കാരണം നാം ഒരു തെറ്റിനെ ഇല്ലാതെയാക്കാൻ അതിനൊരു പരിഹാര മാർഗം നാം കണ്ടെത്തേണ്ടതുണ്ട്. കാരണം തെറ്റ് ഒരാൾ അത് ചെയ്യരുത്, ഇത് നോക്കരുത്, നോക്കുക. അവരുടെ കയ്യിൽ മൊബൈലുണ്ട്, നെറ്റുണ്ട്, ഒക്കെ ഉപയോഗിക്കുന്നത്. അവർക്ക് നോക്കാനുള്ള നല്ല വീഡിയോകൾ നാം അവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട നമ്മുടെ കടമയല്ലേ? അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നാം ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആളുകൾ ആ സമയം ഒരുപാട് ദിക്റുകളെ കൊണ്ട് തൻ്റെ സമയം കളയുന്നുണ്ട്. അത് നല്ലൊരു വിഷയമല്ലേ? ഒരാൾ അടുത്ത് പറഞ്ഞു മൗലിദ് ഓതുന്നു. മൗലിദ് ഖുർആൻ ഓതുന്നില്ല, പിന്നെ മൗലിദ് എന്ത് കാര്യമാണ് ഈ മൗലിദ് ഓതിട്ട് ഖുർആൻ ഓതാത്തത്? ഒരാൾ വീട്ടിൽ മൗലിദ് ഓതുന്നുണ്ടെങ്കിൽ ഹൈറല്ലേ? അയാൾ മൗലിദ് ഓതട്ടെ, പിന്നെ അയാളെ വീട്ടിൽ ഇപ്പം എന്താ തെറ്റുള്ളത്? ഖുർആൻ ഓതുന്നില്ല എന്നല്ലേ? ഖുർആൻ ഓതാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കാനല്ലേ? ഇനി മൗലിദിനെ നിർത്തി വെച്ചാൽ 2 പ്രേരണ നടത്തേണ്ടി വരും. ഖുർആൻ ഓതിപ്പിക്കേണ്ടി വരും, പിന്നെ മൗലിദ് ഓദിക്കേണ്ടി വരും. അപ്പോൾ മൗലിദ് അൽഹംദുലില്ലാ ഓതുന്നുണ്ട്, ഇനി ഖുർആൻ ഓതുന്നു, ഖുർആന്റെ മഹത്വം പറഞ്ഞാൽ അവർ ഖുർആനും ആ വീട്ടിൽ തുടങ്ങും. അപ്പോൾ വലിയ ബർക്കത്തായല്ലേ? ഒരാൾ അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നുണ്ട്. ചില പറയുന്നത് സ്വലാത്ത് ദിക്റൊക്കെ പറയുന്നത്, നിസ്കരിക്കുന്നില്ല, അങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ പ്രിയ നിസ്കാരം വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതൊക്കെ ഒരാൾ ഒരു നന്മ ചെയ്യുന്നുണ്ട്, ആ നന്മയേക്കാൾ മറ്റൊന്ന് വരുന്നത്. ചില ആളുകൾ ഈ പള്ളിയിലൊക്കെ നാട്ടുകാരൊക്കെ ബാത്റൂമിന് പോയി പറയാറുണ്ട്. കാരണം മറ്റതില്ല, അവിടെ ബാത്റൂമില്ല, അതില്ല, ഇതില്ല. അപ്പോൾ പള്ളി കമ്മിറ്റിക്കാർ ഇതേ ഇല്ലല്ലോ പിന്നല്ലാത്തത്, അങ്ങനെ പറയരുത്. ആ രീതിയിലാവരുത് നമ്മുടെ സംസാരം. അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ആ സൗകര്യങ്ങൾ നാം ചെയ്തു കൊടുക്കുക. സൗകര്യത്തിന് വേണ്ടി അസൗകര്യമാകുന്ന ചില പള്ളികളൊക്കെ ഉണ്ട്. പള്ളിയിലൊക്കെ ഫാൻ ഇല്ലാതെ AC മാത്രമുള്ള പള്ളികളൊക്കെ ഉണ്ട്. അവിടെ എത്ര പ്രയാസമാണ് നിസ്കരിക്കുമ്പോഴൊക്കെ. AC ഇടാനും ഒരുവിടെ, ഫാനാണെങ്കിലും ഇല്ലോ ഇല്ല. എന്തെങ്കിലും ആ AC എടുക്കണം. ഒന്നെങ്കിൽ AC ഇട്ടാൽ എല്ലാ സമയത്തും അത് ഉപയോഗിക്കാനുള്ള അവസരം ജനങ്ങൾക്ക് കൊടുക്കണം. പിന്നെ എന്തിനാണ് AC ഇടുന്നത്? അത്ര കഴിവില്ലാത്തവർ AC ഇടേണ്ട, ഫാൻ ഇരിക്കട്ടെ, ഫാൻ കൂടെ നിസ്കരിക്കട്ടെ. നിസ്കരിക്കും. വല്ലാത്ത ചൂടിൻ്റെ സമയത്ത് ചില പള്ളികളിലൊക്കെ കൊതുകുകളുടെ ശല്യം അങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഉപദേശം വളരെ ഖൗലൻ ലയ്യിന, നല്ല രീതിയിലാകണം. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. തീർച്ചയായിട്ടും ആ സഹോദരിയെ ഞാൻ അഭിനന്ദിക്കുന്നു. സന്തോഷമായി. അൽഹംദുലില്ലാഹ്, നല്ല രീതിയിലുള്ള ഒരു വീഡിയോ തന്നെയാണ് സഹോദരി ചെയ്തത്. തീർച്ചയായും ഞാൻ നന്നാകും എന്ന ഒരു വാക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഉസ്താദിനെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞല്ലോ. ഇനി ആ സഹോദരിയെ ആക്ഷേപിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യം ഉണ്ടാവുമായിരുന്നില്ല. അൽഹംദുലില്ലാഹ്, നല്ല മിടുക്കിയായ ഒരു സഹോദരിയാണ്. നല്ല നിനക്ക് വാക്ചാതുര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നല്ല നിനക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടിയുള്ള ആ ഒരു ഉപദേശം ആ സഹോദരിക്ക് ഇഷ്ടപ്പെട്ടു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നല്ലത് ഉപദേശിക്കുക. ആരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ, അത് എത്ര വലിയ അക്രമിയാണെങ്കിലും ശത്രുവാണെങ്കിലും ഉപദേശം വളരെ മനോഹരമായിരിക്കണം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.